ഡിസൈനിങ് ആൻഡ് പ്ലാനിങ് ഓഫ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്. ഇനി പ്ലാനിങ്ങും ഡിസൈനിങ്ങും എങ്ങനെയാണ് വേണ്ടത്? ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഹോസ്പിറ്റലിന് വേണ്ട മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എൻവയോൺമെൻറ്റ്. Hospital and other health facilities are located in readily accessible community and reasonably free from undue noise, smoke, dust, foul odor, flood shall not be located adjacent to the railroads, freight yards, children playground, airports, industrial plants, disposal plants. അതായത് എൻവയോൺമെൻറ്റ്, അവിടുത്തെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞത് കമ്മ്യൂണിറ്റിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗമായിരിക്കണം. പിന്നെ പൊടിയും പുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ബാഡ് സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു നല്ല ഏരിയ ആയിരിക്കണം. റെയിൽ റോഡും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഫ്ലൈറ്റിനാണെങ്കിലും അതും, അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്, എയർപോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളായിരിക്കണം. എപ്പോഴും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി ഒക്യുപ്പൻസി. A building designed for the purpose shall not be converted into hospital. The location of hospital shall comply with the local zoning ordinance. അതായത് നമ്മൾ അത് ഹോസ്പിറ്റലിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യണം. വേറെ ആവശ്യത്തിന് വാങ്ങിയത് മറ്റിലേക്ക് മാറ്റാൻ, ഹോസ്പിറ്റലായിട്ട് മാറ്റാൻ പാടില്ല എന്നാണ് പറയാം. പക്ഷേ എന്നാലും ഹോസ്പിറ്റലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതായത് ഹോസ്പിറ്റലിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ സൂട്ടബിൾ ആവുന്ന ഒരു ഏരിയ ആയിരിക്കണം വേണ്ടത്. ഇനി സേഫ്റ്റി. Then hospital or health facilities shall maintain safe environment for patient, personnel and public. അതായത് അവിടെ വരുന്ന ആൾക്കാർക്കൊന്നും അപകടങ്ങളില്ലാതിരിക്കാനുള്ള വഴികൾ ഇവർ നോക്കിയിരുന്നു. നമ്മൾ ഒരുപാട് ഫ്ലോർ ഉണ്ടായിരിക്കും, പിന്നെ പേഷ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാനും വീഴാനും സ്ലിപ്പായി വീഴാനും അതുപോലെ തന്നെ കാല് തെറ്റി വീഴാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതിനൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ് ടൈം. ഡോർ ലീഡിങ് ഡയറക്റ്റ്ലി ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, ഇൻറ്റീരിയർ സ്റ്റെയർ, റാമ്പ് ആൻഡ് എക്സ്റ്റീരിയർ സ്റ്റെയർ. നമുക്ക് ഡോർ ഉണ്ടായിരിക്കും, ഇൻറ്റീരിയർ സ്റ്റെയർ, റാമ്പ് ഉണ്ടായിരിക്കും, എക്സ്റ്റീരിയർ പുറത്തേക്ക് അടക്കാനുള്ളത്, ഉള്ളിലേക്ക് അടക്കാനുള്ളത്, അങ്ങനെയുള്ള പ്രത്യേകം സ്റ്റെയറുകൾ ഉണ്ടായിരിക്കും. മിനിമം 2 എക്സിറ്റ് റിമോട്ട് ഫ്രം ഈച്ച് അതർ ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഫ്ലോർ ഓഫ് ദ ബിൽഡിങ്. 2 എക്സിറ്റാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക പുറത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. നമ്മൾ 2 എൻട്രൻസ് ആണ് സാധാരണഗതിയിൽ, 2 എക്സിറ്റാണ് ഉണ്ടാവുക. ഒന്ന് ഫ്രണ്ടിൽ കൂടെ കടക്കാനും ഒന്ന് ബാക്കിൽ കൂടെ ആണ്. ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ചെയ്തിടും. ബാക്കിയുള്ളതിൻ്റെ ഇടയിൽ കൂടി ഒന്നും നമുക്ക് കടക്കാൻ പറ്റില്ല. അതിനിപ്പോൾ നമ്മൾ പുതിയ ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ ആ ഫ്രണ്ടിലേക്ക് കടക്കാനായിട്ട് വേറെ ഗ്ലാസ് ഡോറൊക്കെ വയ്ക്കുന്നുണ്ട്. നോർമലി 2 എക്സിറ്റാണ് സാധാരണഗതിയിൽ. ഒന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയും കടക്കാം, ഒന്ന് വീടിൻ്റെ ബാക്കിൽ കൂടിയും പോകാം. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്. പക്ഷേ നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഡോറുകളൊക്കെ നമ്മൾ വെക്കും. ദെൻ എക്സിറ്റ് ഷാൽ ബി ടെർമിനേറ്റ് ഡയറക്റ്റ്ലി ഓപ്പൺ സ്പേസ് ടു ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ഓപ്പൺ സ്പേസിലേക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ കടക്കേണ്ടത്. ഇനി സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഷാൽ എൻഷുർ സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ, പ്രോപ്പർട്ടി ആൻഡ് ഫെസിലിറ്റി. നമുക്ക് പേഴ്സണും പ്രോപ്പർട്ടിക്കും ഫെസിലിറ്റിക്കുള്ള അതിനുള്ള സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പേഷ്യൻ്റ് മൂവ്മെൻറ്റ്, ദെൻ ഫ്രീ ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ബെഡുകൾ, സ്ട്രെച്ചേഴ്സ്, വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. കോറിഡോർ ഫോർ ആക്സസ് പേഷ്യൻറ്റ് എക്യുപ്മെൻറ്റ് ഷാൽ ബി മിനിമം വിഡ്ത്ത് 2.44. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ കോറിഡോറിൻ്റെ 2.44 വിഡ്ത്ത് ഉണ്ടായിരിക്കേണ്ടത്. കോറിഡോർസ് ഏരിയ നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ ബെഡ്, സ്ട്രെച്ചർ, എക്യുപ്മെൻറ്റ്സ്. അങ്ങനെയുള്ള കോറിഡോറുകളിൽ നമ്മൾ സാധാരണ ബെഡൊന്നും കൊണ്ടുപോകില്ല. അത് റാമ്പുകളായിട്ട് കുറച്ചുകൂടി വീതിയുള്ള റാമ്പുകളിലൂടെയാണ് നമ്മൾ ബെഡൊക്കെ കൊണ്ടുപോകുക. റാമ്പ് ഓർ എലിവേറ്റർ ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ആൻസിലറി ക്ലിനിക്കൽ ആൻഡ് നേഴ്സിംഗ് ഏരിയാസ് ലൊക്കേറ്റഡ് ദ അപ്പർ ഫ്ലോർ. അപ്പർ ഫ്ലോർ തൊട്ട് നമ്മൾ അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. റാമ്പ് ഷാൽ ബി പ്രൊവൈഡ് ആക്സസ് ടു എൻട്രൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ നോട്ട് ഓൺ ദ സെയിം ലെവൽ ഓഫ് ദ സൈറ്റ്. അത് കറക്റ്റ് നേരെയല്ല. റാമ്പ് എപ്പോഴും നമുക്കറിയാം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഹൈറ്റും കൂടിയും കുറഞ്ഞും ഇരിക്കും. അങ്ങനെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഇനി ലൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് കാര്യങ്ങളുണ്ടായിരിക്കണം. ഇലുമിനേഷൻ ടു പ്രൊമോട്ട് കംഫർട്ട്, ഹീലിംഗ് ആൻഡ് റിക്കവറി ഓഫ് പേഷ്യൻ്റ് ടു എനേബിൾഡ് പേഴ്സണൽ ടു ദ പെർഫോമൻസ് ഓഫ് വർക്ക്. അതായത് സ്റ്റാഫിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കംഫർട്ട് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഇലുമിനേഷൻസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകും. ഇനി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എൻഷുർ കംഫർട്ട് ഓഫ് പേഷ്യൻ്റ്, പേഴ്സണൽ ആൻഡ് സ്റ്റാഫ്. ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻസൊക്കെ ഉണ്ടായിരിക്കണം. ഓഡിയേറ്ററി ആൻഡ് വിഷ്വൽ പ്രൈവസി. Hospital and other shall provide acceptable sound level and acceptable visual
സർക്കുലേഷൻ. അതായത് നമുക്ക് കേൾക്കാവുന്ന ഒരു സൗണ്ട്, ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ ബെഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത്. പിന്നെ അടുക്കൊരു വിഷ്വൽ, നമുക്ക് കാണേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിഷ്വൽ ഉണ്ടാവണം. നമ്മളിപ്പോൾ ടെലിവിഷൻ സെറ്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും അത് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത്രയും ഹൈറ്റിലൊക്കെയാണ് അത് അറേഞ്ച് ചെയ്യുക. ഇനി വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് അപ്രൂവ്ഡ് പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം വെനെവർ അവൈലബിൾ. എവിടെയൊക്കെയാണ് അവൈലബിൾ ആവണേ അവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സേഫ് വാട്ടർ ഡ്രിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ഡിസ്പോസൽ പിന്നെ വരുന്നതാണ് വേസ്റ്റ് സ്യൂവേജ് ഒക്കെ എവിടെയാണ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അതിനൊരു സ്ഥലം ഉണ്ടായിരിക്കണം, കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യണം. സാനിറ്റൈസേഷൻ മെയിൻ്റെനൻസ് സാനിറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് വാട്ടർ സപ്ലൈ, സ്യൂവേജ് സിസ്റ്റം, സാനിറ്റൈസേഷൻ വൃത്തിയാക്കാനും കാര്യങ്ങൾ കളയാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കാം. ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ്. ഇനി നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ചെയ്യുന്നതാണ്. എപ്പോഴും ഒരു ഈസ്തറ്റിക് എൻവയോൺമെൻറ്റ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും നല്ല സ്മെല്ലുള്ള, പണ്ടൊക്കെ നമ്മൾ ഡെറ്റോളിൻ്റെ മണമാണ് ഉണ്ടായിരുന്നത്, ഇപ്പം നമ്മൾ നല്ല സ്മെല്ലൊക്കെയാണ് ചെയ്യുന്നത്. അത് പേഷ്യൻ്റിനായാലും പേഴ്സണലായാലും പബ്ലിക്കിനായാലും അതാണ്. അതിനു വേണ്ടിയാണ് വൃത്തിഹീനമായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാതെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുന്നത്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് പ്രോഗ്രാം ഈസ് പ്ലേസ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷാൽ ബി കെപ്റ്റ് ഇൻ സ്റ്റേറ്റ് ഓഫ് ഗുഡ് റിപ്പയർ. എപ്പോഴും നല്ല വൃത്തിയായിട്ട് കേടുവന്നാൽ അപ്പോൾ തന്നെ അത് റിപ്പയർ ചെയ്തിട്ട് ശരിയാക്കിയിരിക്കണം. ഇനി മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ, ഫ്ലോർ, വാള്, സീലിംഗ് അതൊക്കെ നല്ല മെറ്റീരിയൽ, ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇനി സെഗ്രഗേഷൻ. വാട്ട് ഷാൽ ബി ഒബ്സർവ് സെഗ്രഗേഷൻ ഓഫ് സെക്സ്. നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഫീമെയിൽ വാർഡും മെയിൽ വാർഡും ഉണ്ടായിരിക്കണം. ഷാൽ ബി മെയിൻറ്റെയിൻ പേഷ്യൻസ് ആൻഡ് പേഴ്സണൽ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ. പിന്നെ അവർക്ക് ഉണ്ടാവുന്ന ടോയ്ലറ്റ് ഫോർ എവരി 8 പേഷ്യൻ്റ് ഓർ പേഴ്സണലായാലും പേഷ്യൻ്റിനായാലും 8 ആൾക്ക് ഒരു ടോയ്ലറ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇനി ഫയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഫയർ അലാംസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വാൾസിൽ. പിന്നെ പീപ്പ് ഹോൾസ് ആൻഡ് ഡോർസ്, സ്മോക്ക് ഡിറ്റക്റ്റേഴ്സ്, സീലിങ്ങിൽ സ്മോക്ക് ഡിറ്റക്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. അത് ഇങ്ങനെ ഊരിയിട്ട് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ പുകയൊക്കെ നിൽക്കും, അല്ലെങ്കിൽ കത്തുന്നത് നിൽക്കും. ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊഹിബിഷൻ, വാർണിംഗ് ആൻഡ് ഒഫീഷ്യൽ നോട്ട്സ് കൺസിഡർ എസെൻഷ്യൽ ടു ദ ഒപ്റ്റിമം ഓപ്പറേഷൻ. അത് എന്താണ് പ്രൊഹിബിഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും വാർണിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കൃത്യമായിട്ട്. നമ്മളത് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് പാർക്കിംഗ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ആൻഡ് അതർ ഹെൽത്ത് ഫെസിലിറ്റീസ് മിനിമം 1 പാർക്കിംഗ് സ്പേസ് ഫോർ എവറി 25 ബെഡ്സ്. 25 ബെഡിന് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. ഇനി സോണിംഗ് എന്ന് പറഞ്ഞാൽ ഷാൽ ബി ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു സോൺസ്. ഔട്ടർ സോണ് പബ്ലിക്കിന് ആക്സസബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് സോണ് ലബോറട്ടറി, ഫാർമസി, റേഡിയോളജി. ഇന്നർ സോൺ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് കെയർ, മാനേജ്മെൻറ്റ് ഓഫ് പേഷ്യൻ്റ്, നേഴ്സിംഗ് സർവീസ്, ഉള്ളിലുള്ള റൂമുകളൊക്കെ. ഡീപ്പ് സോൺ എന്ന് പറഞ്ഞാൽ ആസ്പെസിഫിക് ഫ്രം പെർഫെക്ഷൻ പ്രിസ്ക്രൈബ്ഡ് സർവീസ്, സർജിക്കൽ, അതായത് സ്റ്റെറിലൈസേഷനൊക്കെ ചെയ്യുന്ന ഭാഗമാണ്. ഇൻറ്റൻസീവ് കെയർ, അതൊക്കെയാണ് ഡീപ്പ് സോൺ എന്ന് പറയുന്നത്. സർവീസ് സോൺ എന്ന് പറഞ്ഞാൽ ഡയറ്ററി സർവീസ്, ഹൗസ് കീപ്പിംഗ്, മെയിൻ്റനൻസ്, മോട്ടോർ പൂൾ സർവീസ്, മോർച്ചറി, അതൊക്കെയാണ് സർവീസ് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിൽ എന്താണ് എമർജൻസി സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടായിരിക്കണം. സർജിക്കൽ സർവീസ് ഉണ്ടാവും. ഡയറ്ററി ഉണ്ടായിരിക്കും. നഴ്സിംഗ് സർവീസ്, ഡയറ്ററി സർവീസ്, സ്പേസ്, അതായത് അഡിക്വേറ്റ് ഏരിയ ഫോർ പ്രൊവൈഡിങ് പീപ്പിൾ, ആക്ടിവിറ്റി, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള ഇത്. അപ്പോൾ ഈ ഫങ്ഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഫങ്ഷൻ എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ.